പ്രേക്ഷകരുടെ മനസ്സിൽ അഭിനയത്തിന്റെ പെരുന്തച്ഛനായി വാഴുന്ന അന്തരിച്ച മഹാനടൻ തിലകന്റെ അനുസ്മരണ സമ്മേളനമാണ് കൊച്ചിയിൽ നടന്നത്. കലയുടെ കുലപതിയെ സംഘടനയുടെ ചട്ടക്കൂടിൽ തളച്ചിടാൻ ശ്രമിക്കുകയും സിനിമയിൽ നിന്ന് വിലക്കുകയും ചെയ്തതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ചടങ്ങിൽ ഉയർന്നത്. താരങ്ങൾ TV ചാനലുകൾക്ക് മുന്നിൽ വികാരപ്രകടനം നടത്തിയിട്ട് ആദരാഞ്ജലി അർപ്പിക്കാൻ സമയം കണ്ടെത്താത്തത് കാപട്യമാണെന്ന് ഉദ്ഘാടകനായ സംവിധായകൻ വിനയൻ പറഞ്ഞു. തിലകൻ മരിച്ചപ്പോൾ മലയാളത്തിലെ മഹാരഥന്മാർ ആരും എത്തിയില്ല. താരങ്ങളെ സൃഷ്ടിച്ച ആകാശമായ തിലകനെ മക്കൾ തള്ളി. തിലകൻ മരിച്ചതിന് ശേഷം കോഴിക്കോട് വന്നൊരു വണ്ടിയെടുത്ത് തിരുവനന്തപുരത്ത് വരേണ്ടതായിരുന്ന ഒരു നടൻ, അദ്ദേഹം അവിടെ അനുശോചന സമ്മേളനം കൂട്ടിയിട്ട് അവിടെ വെച്ച് പറയുകയാണ്, ഞാനിതും അദ്ദേഹവും തമ്മിൽ ഒരു പ്രശ്നവുമില്ല, പത്രക്കാരുണ്ടാക്കിയ പ്രശ്നമേ ഉള്ളെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ അദ്ദേഹം മദ്യപിച്ചപ്പോൾ ഞാൻ മദ്യപിക്കല്ല് എന്ന് പറഞ്ഞിരുന്നു, അതുകൊണ്ടുണ്ടായ എന്നോടുള്ള ദേഷ്യമായിരിക്കാം. മദ്യപിക്കല്ലെന്ന് പറഞ്ഞു, അതിനർത്ഥം എന്താണ്? മരിച്ചു കഴിഞ്ഞിട്ട് ആ നടനെ ഒരു മദ്യപാനിയാക്കുക. ജനാധിപത്യമില്ലാതെ സ്വേച്ഛാധിപതികളായി മാറി നികൃഷ്ടമായ നിലപാടുകളാണ് തിലകനെതിരെ സ്വീകരിച്ചതെന്ന് CPM സംസ്ഥാന കമ്മിറ്റി അംഗം MM ലോറൻസ് അഭിപ്രായപ്പെട്ടു. വിവിധ രാഷ്ട്രീയ സംഘടനാ നേതാക്കളും സാഹിത്യകാരും ചടങ്ങിൽ പങ്കെടുത്തപ്പോൾ സിനിമാ ലോകത്ത് നിന്ന് വിരലെണ്ണാവുന്നവർ മാത്രമാണ് എത്തിയത്. കലാകാരനെ ഇനി ഒരിക്കലും വിലക്കരുതെന്ന സന്ദേശം അനുസ്മരണ യോഗങ്ങളിൽ ഉയരണമെന്നും ഏവരും അഭിപ്രായപ്പെട്ടു. തിലകൻ മരിച്ച് ഒരാഴ്ചയാകുമ്പോഴും സിനിമാ ലോകത്ത് നിന്ന് അനുസ്മരണങ്ങളോ മറ്റു പരിപാടികളോ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇന്ത്യ വിഷൻ, കൊച്ചി.